ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അങ്ങനെ 21 ദിവസം നീണ്ട പ്രചാരണം ആവേശത്തോടെ കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. നിലമ്പൂർ നഗരമധ്യത്തിൽ കണ്ട വലിയ ജനസഞ്ചയം നിലമ്പൂരിന്റെ മനസ്സാകുന്നു. ജനുവരി 13 രാജിവെച്ചതു മുതൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിലമ്പൂർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പ്. സ്വരാജ് എന്ന മികച്ച സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിലെത്തുന്ന തിരഞ്ഞെടുപ്പ്. ലീഗും ആര്യാടൻ ഷൗക്കത്തും തോളോട് തോൾ ചേർന്ന് നേരിടുന്ന തിരഞ്ഞെടുപ്പ്. നിലമ്പൂർ അംഗത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. മണ്ഡല പുനർനിർണയത്തിനു ശേഷം ഏത് മുന്നണിയുടേത് എന്ന് ഉറപ്പിക്കാനാകാത്ത മണ്ഡലം പിടിക്കാൻ കൊണ്ടുപിടിച്ച പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. സർക്കാർ വിരുദ്ധ വിഷയങ്ങളിൽ പ്രതിപക്ഷം എത്രത്തോളം ഊന്നിയിട്ടുണ്ട്. വികസനം വോട്ടാകുമെന്ന് സ്ഥാനാർത്ഥി പറയുമ്പോഴും CPM നേതാക്കൾ ആവർത്തിച്ച് UDF-നുള്ള ജമാഅത്തെ പിന്തുണ എന്തിനു പറഞ്ഞു? 2026 അടിത്തറപ്പാകുമോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം? ആര് കൊട്ടിക്കയറും എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഇന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് രാഷ്ട്രീയ നിരീക്ഷകരായി എത്തുന്നത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ NP ചെക്കുട്ടി, ശ്രീ AS സജീവൻ, ശ്രീ R സുഭാഷ് എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ സണ്ണിക്കുട്ടിയിലേക്ക് പോകുന്നു. ശ്രീ സണ്ണിക്കുട്ടി, ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ സ്വഭാവവും രീതികളൊക്കെ വ്യത്യസ്തമാണല്ലോ. യുവാക്കളുടെ ഒരു വൈബ് എന്നാണ് പറയുന്നത്. യുവാക്കളുടെ വൈബാണ് എല്ലായിടത്തും കാണുന്നത്. എല്ലാ പാർട്ടികളും ആ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് അവസാന നിമിഷങ്ങളിൽ, അവസാന മണിക്കൂറിലൊക്കെ കണ്ടത്. പക്ഷേ ഈ നിലമ്പൂർ നഗരമധ്യത്തിൽ അവസാനിച്ച ഈ ജനസഞ്ചയം അതാണോ വോട്ടാവുക? നമ്മൾ നിലമ്പൂരിലെ മുൻ തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് മുഴുവൻ വോട്ടർമാരും ബൂത്തിലെത്തുന്ന സാഹചര്യം ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ വൈബ് എന്ന വാക്കിന് ആഘോഷം എന്ന് മലയാളത്തിൽ പറയാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് കണ്ടത്, ടെലിവിഷൻ സ്ക്രീനുകളിൽ കണ്ടത്, നിലമ്പൂരിലെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ ചെറുപ്പക്കാരുടെ ഒരു ആഘോഷമായിരുന്നു എന്ന് പറയാതെ വയ്യ. എന്നെ അത്ഭുതപ്പെടുത്തിയത് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ BJP-യുടെ കൊട്ടിക്കലാശം പോലും വളരെ സജീവമായിരുന്നു, വളരെ ആഘോഷ സ്വഭാവത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ്. ആരും മോശമാക്കിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന അൻവർ ഏതാണ്ട് ഈ കൊട്ടിക്കലാശത്തിൽ നിന്ന് മാറി നിന്നു. അദ്ദേഹം പറഞ്ഞത് എൻ്റെ പണി കഴിഞ്ഞു. എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റൊന്നും വിചാരിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ പണിയെന്നല്ല, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ പണി കഴിഞ്ഞു. ഇനി ആളുകൾ അഹമഹമകയാ വന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്തോളും എന്നാണ് അൻവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ 21 ദിവസം അല്ലേ, അങ്ങനെയാണ് സ്മൃതി പറഞ്ഞത്, 21 ദിവസത്തെ ഈ പ്രചാരണം, അതിൻ്റെ കൊടിയിറക്കമാണ് നടന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ്. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് മുന്നണികൾ, അതായത് അവരെല്ലാവരും 75% മുകളിൽ, അവരോടൊക്കെ സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരമാണ്, 75-78% വരെ വോട്ട് പോളിംഗ് ഉണ്ടാവും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കണക്കുകൂട്ടലുകൾ നടക്കുന്നത്. പക്ഷേ മഴയുണ്ട്. ഇനി കൊട്ടിക്കലാശ ദിവസവും മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നുവെന്ന് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഈ 75 മുകളിലേക്ക് പെർസെൻറ്റേജ് വരുമോ എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 70 സ്വാഭാവികമായിട്ടും വന്നേക്കാം. കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. രണ്ട് മുന്നണികളുടെയും ജീവൻ മരണ പോരാട്ടവും മത്സരവുമാണ് നടക്കുന്നത്. അവിടെ BJP അവരുടെ സാന്നിധ്യം കാട്ടുന്നുണ്ട്. പിന്നെ അൻവറിന് അദ്ദേഹം മത്സരിക്കുന്നതിൻ്റെ പ്രസക്തി തെളിയിക്കേണ്ട ഒരു ആവശ്യവും കൂടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പരമാവധി ആളുകളെ, വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ വലിയ മഴയാണെങ്കിൽ, കാറ്റും മഴയൊക്കെ ആണെങ്കിൽ നിലമ്പൂർ പോലുള്ള പ്രദേശത്ത് എത്രത്തോളം പെർസെൻറ്റേജ് വോട്ടിംഗ് നടക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൊട്ടിക്കലാശത്തിലെ ആവേശം ഒരുപക്ഷേ വോട്ടിങ്ങിൽ കണ്ടാൽ അത് വളരെ ശ്രദ്ധേയമായ ഒരു റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ഫലത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 78 കഴിഞ്ഞ് കിട്ടിയാൽ അത് ആർക്കായിരിക്കും ഗുണകരമാവുക എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്താണെങ്കിലും ഒരു 21 ദിവസത്തെ ഈ വളരെ ചൂടുപിടിച്ച പ്രചാരണത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ പ്രചാരണ രംഗത്ത് വന്നോ, അതോ വളരെ ബാലിശമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പോലെ. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവരുടെ വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്, മതരാഷ്ട്രീയമുണ്ട്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ 30 വർഷക്കാലം അവരുടെ പിന്തുണ നേടിയ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി
കഴിഞ്ഞ 2016-19 ശേഷം അവരുടെ പിന്തുണ UDF എല്ലാവർക്കും അറിയാം. ഈവൻ അടുത്ത മാസങ്ങൾക്ക് മുമ്പ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും വെൽഫെയർ പാർട്ടി UDF പിന്തുണച്ചിരുന്നത്. പക്ഷേ ഇവിടുത്തെ അവരുടെ UDF പിന്തുണ, UDF വോട്ട് ചെയ്യണമെന്നുള്ള അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആഹ്വാനം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് സാഹിത്യകാരന്മാരുടെ അവിടുത്തെ ഇടപെടലുകൾ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണോ അതോ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തോ, അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇരു മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാസങ്ങൾക്ക് ശേഷം 10, 11 അല്ലെങ്കിൽ 9 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ, ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു കർട്ടൻ റൈസറായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇനിയും പറഞ്ഞല്ലോ 9, 10 മാസങ്ങൾ ആ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കർട്ടൻ റൈസറാണോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇതിന് മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് നടന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ അന്നേരം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നെല്ലാവരും പറഞ്ഞ എന്താ, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അല്ലെങ്കിൽ പാലക്കാട് ചേലക്കര മുതലായ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വലിയ തോതിൽ 2025-ലെ 26-ലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊക്കെ പറഞ്ഞു. പ്രതിഫലിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ, നിലമ്പൂർ വന്നപ്പോൾ എല്ലാവരും നിലമ്പൂരുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുക. എനിക്ക് അതിനോട് വലിയ യോജിപ്പ് തോന്നുന്നില്ല. ഈ 6-7 മാസത്തേക്ക് നിയമസഭയിലേക്ക് ഒരു പ്രതിനിധി അയക്കുന്നത് എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് വളരെ ബലമായ സംശയമുണ്ട്. നമുക്കറിയാം, ഇത് രണ്ട് മുന്നണികൾക്കും വിജയം സംഭവിക്കുന്നത് അല്ലെങ്കിൽ വിജയം ലഭിക്കുന്നത് അവരുടെ ഒരു ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അപ്പം ഇടതു മുന്നണി സ്വരാജ് ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരായിട്ടുള്ള വലിയ ചർച്ചകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതിൻ്റെയൊക്കെ മുനയൊടിക്കാൻ സാധിക്കും. അവർക്ക് കുറേ കൂടെ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് UDF. അവർക്ക് ഈ പാലക്കാട്, തൃക്കാക്കര അല്ലെങ്കിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുകളൊക്കെ അവർക്ക് ഒരു ഉത്തേജക ഔഷധം പോലെ പ്രവർത്തിച്ചതാണ്. ഇപ്പം ഇത് അവരുടെ കൈവശമില്ലാത്ത അല്ലെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് LDF ജയിക്കുന്ന ഒരു മണ്ഡലം, അത് തിരിച്ചു പിടിച്ചാൽ അവർക്കും അവരുടേതായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാവും, ആത്മവിശ്വാസം വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ഇനി നമ്മുടെ ഈ ഉപതെരഞ്ഞെടുപ്പ്, ഒരു മിനിറ്റ് കൂടെ, ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷം അടുത്ത മെയ്യിലോ ഏപ്രിലിലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതിനിടയ്ക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതും ജനവിധിയാണ്. സ്വാഭാവികമായിട്ടും അവിടെയാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിലാണ് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സംബന്ധിച്ച ഒരു സൂചന ലഭിക്കേണ്ടത്. അല്ലാതെ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ, പലരും അങ്ങനെ പറയുന്നുണ്ട്, നിലമ്പൂർ ജയിച്ചാൽ UDF അധികാരത്തിൽ വരാം, അല്ലെങ്കിൽ LDF ജയിച്ചാൽ, ഒരു വാചകം ഞാൻ അവസാനിപ്പിക്കാം, LDF ജയിച്ചാൽ അവർക്ക് അധികാരത്തിൽ 3ാം തവണ വരാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് എത്രത്തോളം രാഷ്ട്രീയമായിട്ട് നമുക്ക് എന്താ പറയുക, അതിൽ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് കാര്യമായ സംശയം. അത്രയ്ക്ക് പ്രാധാന്യമുണ്ടോ ഈ ഉപതെരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ് താങ്കളുടെ സംശയം. ശ്രീ NP ചെക്കുട്ടി, താങ്കൾ എന്ത് കരുതുന്നു? ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിൽ കണ്ട കൗതുകരമായ ചില കാഴ്ചകൾ, അപ്പോൾ LDF കൊട്ടിക്കലാശത്തിൽ ഒരുപാട് കൊടികൾ ഉണ്ടായിരുന്നു. CPM കൊടിയുണ്ട്, AYF കൊടി കാണുന്നു, അതോടൊപ്പം അവിടെ PDP കൊടിയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കൊടികൾ, ചെഗുവേരയുടെ കൊടി, അപ്പോൾ അങ്ങനെ ഒരുപാട് കൊടികൾ അവിടെ കാണുന്നുണ്ട്. പക്ഷേ UDF കൊട്ടിക്കലാശത്തിൽ ലീഗിൻ്റെ കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയും മാത്രമേ ഉള്ളൂ. അവിടെ വെൽഫെയറിൻ്റെ കൊടിയുണ്ടോ എന്ന മാധ്യമങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വിവാദം വേണ്ട എന്നുള്ളത് മനഃപൂർവ്വം അത് മാറ്റിവെച്ചതായിരിക്കാം. അപ്പുറത്ത് PDP കൊടി, PDP-യുമായി ബന്ധപ്പെട്ട വിഷയം അത്രത്തോളം ഉന്നയിക്കാൻ UDF തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇന്ന് പോലും നടത്തിയ പ്രതികരണങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ എന്താണ് അവിടെ വോട്ടാവുക, ശ്രീ NP ചെക്കുട്ടി? എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നുപോയൊരു ക്യാമ്പയിനാണ് നടന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അന്തരീക്ഷം നോക്കണം. വളരെ ഗൗരവമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഒരു അന്തരീക്ഷമായിരുന്നു തെരഞ്ഞെടുപ്പിന് തുടക്കം മുതൽ. കാരണം ആ നിലമ്പൂർ മണ്ഡലത്തിന് ഇപ്പുറത്തുള്ള ഹൈവേ പൊട്ടി തകർന്ന് തരിപ്പണമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ക്യാമ്പയിൻ വരുന്നത്.
അതിനുശേഷം അവിടെ ഒരു കുട്ടി മരിക്കുന്നൊരു അവസ്ഥ വന്നു. അത് ഈ അവിടെയുള്ള ഇന്നത്തെ ഒരു അന്തരീക്ഷവുമായിട്ട് വളരെ ക്ലിയർലി കണക്റ്റഡ് ആണ്. പിന്നെ ഈ എന്താ പറയുക, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, അതുപോലെ ഈ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആ കുട്ടി അവിടെ മരിച്ചത്. ഒരു തരത്തിലുള്ള നാദിനില കളരി എന്ന നിലയിലാണ് അന്തരീക്ഷം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള മഴ, അതിൻ്റെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇരിക്കുന്നൊരു അന്തരീക്ഷത്തിൽ നിലമ്പൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഈ അന്താരാഷ്ട്ര വിഷയങ്ങൾ, ആഗോള പ്രശ്നങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും? അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ രാഷ്ട്രീയ കക്ഷികൾ വലിയ തോതിലുള്ള ഒരു കോലാഹലം കൂട്ടുന്നു, അതിഗംഭീരമായിട്ട്. അത് പണക്കൊഴുപ്പിൻ്റെ ശക്തി മാത്രമാണ് കാണിക്കുന്നത്. ആളുകളെ കൊണ്ടുവരുന്നതിന് പണം എന്ന് പറയുന്ന സംഗതി കൈവശം ധാരാളമുള്ള കൂട്ടർ ആളുകളെ കൊണ്ടുവരും, ഇത്തരത്തിലുള്ള പണക്കൊഴുപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കും. പക്ഷേ അതൊന്നും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നേതാക്കളോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, വാർത്താ സമ്മേളനങ്ങളിൽ നേതാക്കൾ പറയുന്ന വിഷയങ്ങൾ, അത് മാത്രമാണല്ലോ നമ്മൾ കാണുന്നത്. അതിലപ്പുറം വീടുകൾ കയറിയുള്ള പ്രചാരണമുണ്ട്, കുടുംബയോഗങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താണ് ഈ രാഷ്ട്രീയ നേതാക്കൾ ഓരോ സ്ഥലത്തും പോയി പറയുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അതിൽ ഉറപ്പായിട്ടും CPM ആകുമ്പോൾ അവരുടെ വികസനം പറയും, UDF ആകുമ്പോൾ ഈ പറഞ്ഞ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, പ്രത്യേകിച്ച് അവിടുത്തെ വന്യമൃഗശല്യം അടക്കമുള്ള കാര്യങ്ങൾ പറയും, ഉറപ്പല്ലേ? അല്ല, പ്രശ്നം ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവരുടെ MLA ആയിരുന്ന ആളാരാണ്? MLA ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്ന ആളാണ്. MLA ഇടതുപക്ഷത്തിൻ്റെ ആൾ, MLA തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്താ പറയുക, തെറ്റായ പ്രവണതകളിൽ, തെറ്റായിട്ടുള്ള പ്രവർത്തന രീതികളിൽ ശക്തിയായി പ്രതികരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇവിടെയുള്ള സർക്കാർ നടത്തിയിരിക്കുന്ന എന്താ പറയുക വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരുടെ MLAക്ക് പോലും യാതൊരു മതിപ്പും എന്നുള്ളതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, അവരുടെ വികസന നയം, അത് ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അവർ ദേശാഭിമാനി എന്ന ഒരാളെ കൊണ്ടുവന്നിട്ട്, നിലമ്പൂർക്കാരനാണെന്ന് പറയാം, അദ്ദേഹത്തിന് നിലമ്പൂരുമായിട്ട് എന്ത് ബന്ധമാണ്, പഠിച്ചിരുന്നതല്ലാണ്ട് മറ്റൊരു തരത്തിലുള്ള ബന്ധവും സമീപകാലത്തൊന്നും അദ്ദേഹത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിയത്, ഒരു വലിയ ഇതിലേക്ക് അതിനെ കൊണ്ടുവന്നത് ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണത്. അതിനെ ഈ നിലയിൽ കൊണ്ടുവന്നത് CPM ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. CPMന് അവിടെ ഒരു പ്രാദേശിക തലത്തിലൊരു നല്ല കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ കഴിയാത്ത വന്നപ്പോഴാണ് അവിടെ ദേശാഭിമാനിയിൽ റെസിഡൻറ്റായി പ്രവർത്തിക്കുന്ന ഒരാളെ, സെക്രട്ടറി തലത്തിലുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് അവരുടെ എന്താ പറയുക ലാക്ക് ഓഫ് കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. നല്ല നിലയിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ജനങ്ങൾ അവരുടെ ഈ വോട്ടെടുപ്പിനോട് പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് എന്താ പറയുക ഈ വോട്ടെടുപ്പിൻ്റെ ദിവസം കാണാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ വോട്ടെടുപ്പിൽ ഒരു 75% വോട്ട് എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ തരത്തിലൊരു ആവേശം ഉണ്ടാക്കുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ വിജയിച്ചിട്ടില്ല എന്നാണ് ഗ്രാസ് റൂട്ടിലുള്ള പലരുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടുള്ളത്. ശരി, ശ്രീ ആർ സുഭാഷ്, താങ്കൾ നിലമ്പൂരുകാരൻ കൂടിയാണല്ലോ. അപ്പോൾ നിലമ്പൂരിൻ്റെ ആലോചനകൾ എങ്ങനെയാണ്, നിലമ്പൂർ ജനത എങ്ങനെ ആലോചിക്കുന്നത് എന്നുള്ളത് താങ്കൾ കുറച്ചുകൂടി അടുത്തറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് CPMനെ സംബന്ധിച്ച്, CPM അത് അവതരിപ്പിക്കുന്ന അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളെ തന്നെ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു. 19 വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരാളെത്തുന്നു. ആ നിലയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ സ്വരാജ് ആ നാട്ടുകാരനാണോ അല്ലയോ എന്നുള്ളതല്ലോ. അവിടെ PV അൻവർ 9 വർഷം MLA ആയിരുന്നു. അവിടെ പാർട്ടിക്ക് എത്രത്തോളം അടിത്തറയുണ്ട്, അൻവറിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഖാക്കളും എന്ന രൂപത്തിലാണ് 9 വർഷം പോയത്. ഇപ്പോൾ അൻവർ രാജിവെച്ച ശേഷം, ഈ തെരഞ്ഞെടുപ്പ് എടുത്ത ശേഷം 3 മാസമായി അവിടെ സ്വരാജ് അവിടെ പാർട്ടിയെ കെട്ടിപ്പടുക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. പിന്നീടാണല്ലോ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ പാർട്ടിയുടെ അടിത്തറ എത്രത്തോളം ഉണ്ട്? പാർട്ടി ഒന്നാകെ, കേഡർ വോട്ട് ഒന്നാകെ സ്വരാജിലേക്ക് എത്തുമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ വോട്ട് തനിക്ക് കിട്ടുമെന്നാണ് ഈ അവസാന നിമിഷവും ഇപ്പോൾ PV അൻവർ പറയുന്നത്. ഇന്നത്തെ PV അൻവറിൻ്റെ പ്രതികരണം കണ്ടാൽ പിണറായി വിജയനെതിരെ, പിണറായി സത്തിനെതിരെയാണ് അദ്ദേഹം അവസാനമായി പറയുന്നത്. അദ്ദേഹം എന്തും പറയും, ലൈസൻസ് ഇല്ലാതെ പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് മണ്ട പോയ തെങ്ങ് പോലെയാണ് പിണറായി വിജയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ പിണറായി വിജയനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടാണ് അവസാന പ്രതികരണം. അതെന്തിൻ്റെ സൂചനയാണ്?
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ തരത്തിലേക്കുള്ള ഒരു പ്രാധാന്യത്തിലേക്ക് എത്തിയത് തീർച്ചയായും LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടിയാണ്. നമുക്കറിയാം എൽ ഡി എഫിന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ പിന്തുണയുള്ള ഒരു പ്രദേശമല്ല ഇത്. ജന്മന UDF എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ്. 1965 കഥ പറയുമ്പോൾ 65-ലും 67-ലൊക്കെ 65-ൽ ലീഗ് മാറിയെന്നു, 67-ൽ സപ്തകക്ഷി മുന്നണിയായിട്ടൊക്കെ മത്സരിച്ച് വന്നതാണ്. അതിനുശേഷം ഇടതുപക്ഷത്തിന് വിജയമുണ്ടായത് 3 അവസരങ്ങളിലാണ്. അത് 3 സ്വതന്ത്രന്മാരെ, അതായത് അൻവർ 2 തവണയും TK ഹംസയും നിർത്തി വിജയിച്ചത് ഈ വന്ന ആളുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന വോട്ട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ്. അതായത് CPMൻ്റെ സ്വാധീനം കൊണ്ട് മാത്രം അവിടെ വിജയിക്കാനാവുന്ന ഒരവസ്ഥയല്ല. അതുകൊണ്ട് തന്നെയാണ് CPM അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ വൈകിച്ച് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട UDFിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഏതുവരെ പോകും എന്ന് നോക്കി അവസാന നിമിഷത്തിൽ അവരുടെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറെ കൊണ്ടുവരുന്നു. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, പക്ഷേ ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഇതിപ്പോൾ പൂർണ്ണമായും ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ് എന്ന രൂപത്തിൽ അതിനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി ഇടതുപക്ഷത്തിന് കൂടി സ്വാധീനമുള്ള രൂപത്തിലേക്ക് മാറിയിട്ടില്ലേ? ഇനി പഞ്ചായത്തുകളുടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നഗരസഭയും 2 പഞ്ചായത്തുകളും LDFിനൊപ്പം, ബാക്കി പഞ്ചായത്തുകൾ 5 UDFിനൊപ്പം എന്നാണെങ്കിലും ഈ വാർഡുകളുടെ എണ്ണം ഒക്കെ നോക്കുമ്പോൾ അതിൽ കൗതുകമുള്ളത് CPMന് ഒറ്റയ്ക്ക് നല്ല ഭൂരിപക്ഷമുണ്ട്. ചില വാർഡുകളിൽ CPM ആണ് പിടിച്ചിരിക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസിന് കുറവായിരിക്കും. ലീഗും കൂടെ ചേരുമ്പോഴാണ് UDFിന് ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. അങ്ങനെ 2-3 മണ്ഡലങ്ങൾ ആ രൂപത്തിലുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബലാബലത്തിൽ നിൽക്കുകയല്ലേ 2 കൂട്ടരും? 2008 മണ്ഡല പുനർനിർണയം ഉണ്ടായത്. ആ സമയത്ത് UDFിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതാവുന്ന 3 മണ്ഡലങ്ങൾ, അതായത് ചാലിയാർ, ചോക്കാട്, കാളികാവ്, അതാണ് ഒഴിഞ്ഞു പോയത്. അതിനുശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF 5500 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെടുന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദിന് കിട്ടുന്നത് 5500 വോട്ടാണ്. അതേസമയം 91-ലും 96-ലും ഈ 3 മണ്ഡലങ്ങൾ കൂടി ഉണ്ടായിരുന്ന സമയത്തും ആര്യാടന് കിട്ടിയിരുന്ന ഭൂരിപക്ഷം 6500-ഉം 6000-ഉം മാത്രമായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, അവിടെ അന്ന് പ്രൊഫസർ തോമസ് മാത്യു എന്ന് പറയുന്ന ഒരാളായിരുന്നു LDFിൻ്റെ കാൻഡിഡേറ്റായി നിന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു കാൻഡിഡേറ്റ് വന്നതോടുകൂടിയാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്. അത് മണ്ഡല പുനർനിർണയത്തിന് മുമ്പും ശേഷവും ആ ഒരു ആര്യാടന് ഏതാണ്ട് 6500 വോട്ടിൻ്റെ താഴെ, 6500 മുതൽ 5500 വരെയുള്ള വോട്ടുകളിൽ തളയ്ക്കാൻ ആ കാൻഡിഡേറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു അത്തരമൊരു അഡീഷണൽ സംഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ല എങ്കിൽ തീർച്ചയായും UDFിന് ഭൂരിപക്ഷം ഉണ്ട് എന്ന് നമുക്ക് കരുതാവുന്ന മണ്ഡലം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ കിട്ടിയ വോട്ടുകളുടെ ഏതാണ്ട് 60,000, 55,000 പോലെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷം അതൊരു പ്രത്യേക ഘട്ടത്തിൽ കിട്ടുന്നതാണെങ്കിൽ പോലും ആ തരത്തിൽ, അതായത് ഒരു UDF സ്വഭാവമുള്ള UDF അടിത്തറയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അവിടെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടയോ എന്ന ചിന്ത വന്ന സമയത്താണ് അൻവർ ഏതാണ്ട് UDFുമായി പിണങ്ങുകയും വഴിപിരിയുകയും അദ്ദേഹം മത്സരിക്കും എന്ന ഒരു അവസ്ഥ വരുന്ന സമയത്താണ് അവരുടെ ഒരു CPMനെ ഇറക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് നിലമ്പൂരിൽ ഇറക്കാവുന്ന കാൻഡിഡേറ്റ് തന്നെയാണ് സ്വരാജ് വന്നതോടുകൂടി ആ മത്സരത്തിൻ്റെ ചിത്രം മാറി എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ UDFിനെ സംബന്ധിച്ചും നേരത്തെ ശ്രീ R. സുഭാഷ്, ഇപ്പോൾ അവിടെ എപ്പോഴും UDFിന് പ്രശ്നമായിരുന്നത് ലീഗും കോൺഗ്രസും 2 തട്ടിൽ, കോൺഗ്രസിൽ തന്നെ ഭിന്നിപ്പ്, അതാണല്ലോ അവിടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചത്. ആര്യടൻ ഷൗക്കത്തിൻ്റെ പരാജയം തൊട്ടങ്ങോട്ട് കാണുന്നത് അതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ലീഗിനെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പോരാട്ടമാണ്. ലീഗ് നേരത്തെ തന്നെ ഇത് വിജയിപ്പിക്കാനുള്ള പരിപാടികൾ തുടങ്ങി. മാത്രമല്ല ലീഗ് യോഗങ്ങളിൽ PMA സലാം തന്നെ പറഞ്ഞിരിക്കുന്നത് നേരത്തെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസ് ആണ് നയിച്ചത്, കോൺഗ്രസ് ആ വിജയം നേടിത്തരികയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ഊഴമാണ്, നമ്മൾ വിജയിപ്പിച്ച് കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഐക്യം കൂടി ഇവിടെയുണ്ട് അപ്പുറത്ത്. തീർച്ചയായും ഉണ്ട്. അത് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെയുണ്ട്. കാരണം ലീഗ് ഒരു കോൺഗ്രസ് സെമി കേഡർ ആകാൻ പോയെങ്കിൽ പോലും ലീഗ് കൃത്യമായിട്ട് തന്നെ ഒരു കേഡർ പാർട്ടി തന്നെയാണ് മലപ്പുറം ജില്ലയിൽ. അവരൊരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ മുതൽ ഏറ്റവും മുകൾത്തട്ടിൽ വരെയുള്ള കമ്മിറ്റികൾ ഇത്തവണ അവരുടെ ഒരു അഭിമാന പോരാട്ടമായി ഈ സംഭവം ഏറ്റെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തവണ ഈ ഒരു മത്സരത്തിൻ്റെ നമുക്ക് ഫലം പ്രവചിക്കാനാവാത്ത തരത്തിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ലീഗിൻ്റെ ഒരു പ്രസൻസ് അവിടെ നൽകുന്ന മുൻതൂക്കം സ്വാഭാവികമായും UDFിനുണ്ട് എന്നതാണ് പ്രശ്നം. കാരണം
ഈ ഒരു തർക്കങ്ങളും പ്രശ്നങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസിലുള്ള തർക്കങ്ങളുണ്ട്, അവർ തമ്മിലുള്ള ചേരിപ്പോരുകളുണ്ട്, സ്ഥാനാർത്ഥിയെ പിന്തുണച്ചില്ല, കാലുവാരി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഇതിനൊക്കെ മുമ്പേ ഉണ്ടായിരുന്നതിനേക്കാൾ ഗൗരവത്തോടു കൂടി ലീഗ് ഇപ്രാവശ്യം രംഗത്തിറങ്ങിയിട്ടുണ്ട്. ലീഗ് അവരുടെ അഭിമാന പ്രശ്നമായി ഈ സംഭവത്തെ കണ്ടിട്ടുണ്ട്. വളരെ കർക്കശമായി തന്നെ അവർ ഇപ്രാവശ്യം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അൻവറിന്റെ ആത്മവിശ്വാസം എന്താണ്? അൻവർ എവിടെ നിന്നാണ് ചോർത്തുന്നത്? അൻവറിന്റെ അതൊരു പ്രശ്നം തന്നെയാണ്. അൻവർ എവിടെ നിന്ന് ചോർത്തുന്നു എന്നുള്ളത് ഇപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അൻവർ തട്ടിക്കൊണ്ടുപോവുക മുഴുവൻ UDFന്റെ വോട്ടുകളാണ് എന്നുള്ള മട്ടിലാണ് ആദ്യ സമയത്ത് പ്രചരണം ഉണ്ടായിരുന്നത്. ആ തരത്തിലാണ് UDF നേതാക്കൾക്ക് അതിനെക്കുറിച്ച് വല്ലാത്ത ആകുലതകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറം 2 തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ UDFനെതിരായി അൻവർ ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായി അയാൾ സഹവസിക്കുന്നത്, അയാൾ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകരോടൊപ്പമാണ്. അയാൾ ഇവരുടെ കടന്നൽ രാജാവ് കൂടിയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരുമായി വലിയ തോതിലുള്ള ആത്മബന്ധം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പാർട്ടിക്ക് അതീതനായി പോലും അൻവർ പാർട്ടി സഖാക്കന്മാരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റിയുടെ കത്തോ ലോക്കൽ കമ്മിറ്റിയുടെ കത്തോ അത്തരം ഒരു കെട്ടുപാടുമില്ലാതെ നേരിട്ട് അവർക്ക് പോയി കാണാവുന്ന, അവർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുന്ന വലിയ ആത്മബന്ധമുള്ള നേതാവായിരുന്നു. നമ്മൾ വേറൊരു കാര്യം കൂടി പറയണം, അൻവർ ഒരു MLA എന്ന നിലയിൽ നിലമ്പൂരിൽ നല്ല പ്രസൻസ് ഉണ്ടാക്കിയ ഒരു MLA ആണ്. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും എവിടെയും ഓടിയെത്തുകയും ചെയ്തിരുന്ന ഒരു MLA ആണ്. UDF കാലം മുമ്പ് വിട്ടുപോയ കണ്ടതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം LDFൽ നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടും, UDFൽ നിന്നും കിട്ടും. അത് എത്രത്തോളം എന്നതിനനുസരിച്ചിരിക്കും നിലമ്പൂർ ഫലം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ എ സജീവൻ, ഇപ്പോൾ PV അൻവർ ഇന്ന് പറയുന്നത് മുഴുവൻ പിണറായി വിജയനെതിരെയാണ്. പാർട്ടി പ്രവർത്തകർ തനിക്കൊപ്പമാണെന്ന് പറയുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ടപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ തൻ്റെ കൂടെ വരുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരു നേതാവിനെ പോലും, ഒരു പ്രാദേശിക നേതാവിനെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, വോട്ടെടുപ്പ് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, പുറത്തേക്ക് പറയേണ്ടതില്ല. പക്ഷേ അവരുടെ എതിർവികാരം കൃത്യമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ, RSS പോലീസ് ബന്ധം മുതൽ പിണറായി വിജയൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്, P ശശിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മുതൽ ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രതികരണത്തിൽ UDFനെ വല്ലാതെ ആക്രമിക്കുന്നുമില്ല. അതെന്തിൻ്റെയെങ്കിലും സൂചനയായി കാണേണ്ടതുണ്ടോ? തീർച്ചയായും സ്മൃതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ കണ്ട, അതായത് ഇന്നലെ വരെ കണ്ട അൻവർ അല്ല ഇന്നുള്ളത്. അദ്ദേഹം ഈ കൊട്ടിക്കലാശത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറിയിരിക്കുന്നു. അദ്ദേഹം ആളുകളെ കാണാൻ പോകുന്നു പറയുന്നു. അത് നാളെയും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതല്ലാതെ കൊട്ടിക്കലാശം, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഗംഭീരമായിട്ടുള്ള പ്രകടനമൊക്കെ നടത്തിയിരുന്നല്ലോ. അതൊക്കെ മാറ്റിയിട്ട് ഈ ദിവസം അദ്ദേഹം ഒഴിവായി പോകുന്നുള്ളൊരു കാര്യം. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള കാര്യം, കുറച്ചു കാലമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDF നടത്തിയതിന് അന്ന് മുതൽ UDFനെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ, സതീശനെതിരെയൊക്കെ അതിരൂക്ഷമായിട്ട് പറഞ്ഞ ആളായിരുന്നു അൻവർ. അദ്ദേഹം പിണറായിസം പറയുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് സതീശനിസം പറഞ്ഞിരുന്നത്. PD സതീശൻ UDFന്റെ ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം ആ മുന്നണിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല, 2026 അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സതീശനെ ഭീകരമായ രൂപത്തിൽ, അത് ഒരു പടി കൂടി കടന്നിട്ട് പിണറായിയുടെ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളാണ്. പിണറായിയുടെ UDFലെ ഒരു ഏജന്റാണ് സതീശൻ എന്ന നിലയിൽ വരെ പറഞ്ഞു. ഷൗക്കത്തിനെതിരെ 5 ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് സാമുദായികമായുള്ള പ്രശ്നം, ലീഗ് നേതാക്കന്മാർക്കെതിരെ പറഞ്ഞ പ്രശ്നം, കോൺഗ്രസിൽ പ്രകാശിനെ തോൽപ്പിച്ച പ്രശ്നം, ഇങ്ങനെ വ്യാപാരികളെ കബളിപ്പിച്ചു എന്ന് പറയുന്ന പ്രശ്നം, അഴിമതി, ഇങ്ങനെ 5 ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് സ്മൃതി പറഞ്ഞതുപോലെ ഷൗക്കത്തിനെതിരെയോ സതീശനെതിരെയോ UDFനെതിരെയോ ഒരു വാക്ക് പോലും അൻവർ പറയുന്നില്ല. അത് അല്പം സംശയിക്കാവുന്ന ഒരു കാര്യമാണ്. അൻവർ പിൻവാങ്ങിയോ ഈ പോരാട്ടത്തിൽ നിന്ന്? അതല്ലെങ്കിൽ അൻവർ ഏതെങ്കിലും രീതിയിൽ ഒരു ഒത്താശ പ്രത്യേകം ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. ഞാനത് അദ്ദേഹം വോട്ട് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ദൃശ്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. ചായക്കടകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം വോട്ട് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ 2 തവണയൊക്കെ ഈ പ്രകടനം നടത്താൻ നല്ല കാശ് വേണ്ടേ? അല്ല, കാശ് അൻവറിന് ഒരു പ്രശ്നമാണെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അത് ഈ ഇന്നത്തെ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം അത് പിണറായിസത്തെ തകർക്കും. അത് അദ്ദേഹം പറഞ്ഞത് 23-ാം തീയതി കാണാൻ പോകുന്നത് നിലമ്പൂരിൽ പിണറായിസത്തിന്റെ പരാജയം മാത്രമല്ല, കേരളം ഒട്ടാകെ
എന്നാണ്. അതായത് പിണറായിക്കെതിരെ ശക്തമായ ഒരു അടി കൊടുക്കാൻ താൻ തയ്യാറായിരിക്കുന്നു, അതിനുള്ള ഒത്താശ ചെയ്തിരിക്കുന്നുള്ളൂ. കാരണം അൻവർ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത് നേരത്തെ സുഭാഷ് പറഞ്ഞ പോലെ UDF മുൻതൂക്കമുള്ള മണ്ഡലമാണ്. നേരിയ മുൻതൂക്കമെങ്കിലും അവർക്ക് മണ്ഡലം പുനഃപ്രവർത്തനം വന്നതിന് ശേഷവും അവർക്ക് മുൻതൂക്കമുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൂടി വരുമ്പോൾ അവർക്ക് കുറെ കൂടി നേട്ടമുണ്ടാക്കാവുന്നത്. പക്ഷേ അൻവർ ആദ്യം മുതലേ പറഞ്ഞിരുന്നത് ഷൗക്കത്തിനെ പരാജയപ്പെടുത്തും, അതിലൂടെ സതീശനെ പരാജയപ്പെടുത്തുന്നത്. ഇപ്പോഴത് പറയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അൻവർ അത് പറയുന്ന ഘട്ടത്തിൽ, അതായത് ഷൗക്കത്തിനെതിരെയും സതീശനെതിരെയും പറയുന്ന ഘട്ടത്തിൽ അൻവറിന് ഏതോ കുറച്ച് ആളുകളുടെ, ഇപ്പുറത്ത് കോൺഗ്രസിന്റെ ഒക്കെ പല ആളുകളുടെയും പിന്തുണ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയുണ്ട്. അദ്ദേഹം കുറെ ആളുകളുടെ പേര് പറയും, അവരൊക്കെ എന്നോടൊപ്പം നിന്ന ആളുകളാണ്, അവരോടൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ മാറ്റം സ്വാഭാവികമായിട്ടും എന്തെല്ലാമോ സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് എൻ്റെ. തീർച്ചയായും അത് എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്നും അത് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം, നഗരസഭയടക്കമുള്ള സ്ഥാപനങ്ങൾ പിടിച്ചുകൊടുത്തത് ഞാനാണ്. കാരണം ഈ നഗരസഭയിലും പഞ്ചായത്തുകളിലുമൊക്കെ LDF ലീഡ് രണ്ടിടത്തേ ഉള്ളൂ, രണ്ടിടത്ത് ഭരിക്കുന്നു, നഗരസഭയും LDF ഭരിക്കുന്നു. അതെങ്ങനെയാണ് നേടിയത്? എൻ്റെ ബലത്തിലാണ്, ഞാൻ നേടിക്കൊടുത്തതാണ്. 2015 നഗരസഭയിൽ 4 സീറ്റുകളാണ് LDF ഉണ്ടായിരുന്നത്. ഇന്ന് ഭരിക്കുന്നത് LDF ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശ്രീ എൻ പി ചെക്കുട്ടി, ഈ അവസാന മണിക്കൂറുകളിൽ PV അൻവർ പറഞ്ഞ കാര്യം, ഇന്നിപ്പോൾ കലാശക്കൊട്ടിൽ നിന്ന് മാറി നിന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നുള്ള സംശയം ശ്രീ A സജീവൻ അതാണ് പ്രകടിപ്പിച്ചത്. താങ്കൾക്ക് ആ സംശയമുണ്ടോ? പക്ഷേ ഓരോ ബൂത്തിലും കൃത്യമായി അൻവർ വർക്ക് നടത്തുന്നു, അൻവറിന്റെ പ്രവർത്തകർ വർക്ക് നടത്തുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ആര്യാടൻ ജയിച്ചേക്കും എന്നൊരു തോന്നലും അദ്ദേഹത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ പ്രതികരണത്തിലേക്ക് UDF പോകുന്നില്ല. കാരണം അടുത്ത ഘട്ടത്തിൽ 2026 മറ്റു ചില ആലോചനകൾ കൂടി നടത്താനുള്ളതാണല്ലോ. അതിനുള്ളൊരു സാഹചര്യം ഒഴിച്ചിടുന്നു എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായും അതൊരു സാധ്യതയാണ്. കാരണം അൾട്ടിമേറ്റ്ലി അൻവർ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യത്തിലാണ് വന്നതെങ്കിലും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് സ്പേസ് ഉണ്ടാക്കിയത് CPM-ഉമായിട്ടുള്ള പല കൊടുക്കൽ വാങ്ങലുകൾ വഴിയാണ്. അത് ദീർഘകാലമായിട്ട് അദ്ദേഹം നടത്തുന്നതാണ്. CPI എന്ന് പറയുന്ന പാർട്ടിയെ വേല വെച്ചുകൊണ്ടാണ് ഈ ഏർപ്പാട് യഥാർത്ഥത്തിൽ ഏറനാട് മണ്ഡലത്തിൽ നടക്കുന്നത്. ഏറനാട് മണ്ഡലത്തിൽ CPIയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെ വോട്ട് 3000 വോട്ട് കിട്ടുകയും അൻവറിന് കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്തൊരു അന്തരീക്ഷത്തിലാണ് അൻവർ രാഷ്ട്രീയമായിട്ട് ഉയർന്നു വരുന്നത്. ഇത് വളരെ അത് CPM-ൻ്റെ വോട്ടുകൾ മറിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായ നീക്കുപോക്കുകൾ നടത്താനും വിജയം പിടിച്ചെടുക്കാനുള്ള ശേഷി അൻവർ ഉണ്ടായിരുന്നു. ആ കഴിവ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പുകളിലും തോറ്റ തെരഞ്ഞെടുപ്പിലും അത് കാണിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയമായ ഭാവി എന്ത് എന്നതിനെക്കുറിച്ച് അൻവർ കൃത്യമായ ബോധ്യമുണ്ട്. CPM-ൽ പിണറായി വിജയനോട് ഏറ്റുമുട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് CPM-ഉമായിട്ട് ഇനി ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ല. അതേസമയത്ത് UDF-ഉമായിട്ടുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടക്കണം. കാരണം ലീഗ് എല്ലാ കാലത്തും അൻവറിനെ കൂടെ നിർത്തണം എന്നത് താല്പര്യം ഉണ്ടായിരുന്നത്. ഈ സതീഷിനെതിരായിട്ട് അതിശക്തമായിട്ട് അൻവർ ആഞ്ഞടിക്കുമ്പോൾ പോലും ആ സന്ദർഭത്തിൽ പോലും പിന്നെ ലീഗിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അൻവറിനെ പോലുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ കരുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് അന്ന് നടന്നില്ല. പക്ഷെ ആ തരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള നീക്കുപോക്കുകളും ചർച്ചകളും എല്ലാ കാലത്തും തുടർന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള തൻ്റെ ഭാവിയെക്കുറിച്ച് അൻവറിന് കൃത്യമായ ബോധ്യമുണ്ട്. മാത്രമല്ല കൂടെ നിൽക്കുന്ന ആളുകൾക്കും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അവിടെ LDF ജയിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനകരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം അൻവറിൻ്റെ തോൽവി മാത്രമല്ലാതെ കൂടെ നിൽക്കുന്ന ആളുകളുടെയും കൂടി തോൽവിയാണ്. അപ്പം അതുകൊണ്ട് അവിടെ LDF-ന് വിജയം നൽകുന്ന ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ടായാൽ അത് അൻവറിന് തന്നെയാണ് ആത്യന്തികമായിട്ട് ദുരന്തം വരുത്തുക. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ് നിലമ്പൂർ. ഈ നിലമ്പൂർ തോറ്റാലും ജയിച്ചു കഴിഞ്ഞാൽ UDF-ൻ്റെ രാഷ്ട്രീയമായ ഭാവിയെ അത് ബാധിക്കില്ല. പക്ഷേ അൻവറിൻ്റെ കൂടെ നിൽക്കുന്ന 100 കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെയും രാഷ്ട്രീയ ഭാവിയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗുമായിട്ടുള്ള ബന്ധങ്ങൾ കട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഈ കോൺഗ്രസുമായിട്ടുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന തർക്കങ്ങളേ ഉള്ളൂ. പിണറായിയുമായിട്ടൊരു ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ല. ഇതൊക്കെ നോക്കിയാൽ സജീവം പറഞ്ഞ സാധ്യതകൾ ഉണ്ടാവും എന്ന് ഞാൻ വരുന്നത്. കാരണം വോട്ട് വെറുതെ കളയാനുള്ള ബുദ്ധിമോശമൊന്നും അവിടെയുള്ള ആളുകൾക്കില്ല.
വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കർഷക ജനസമൂഹമാണ്. അവർക്ക് ആവശ്യമായ തരത്തിൽ നിലപാടുകൾ മാറ്റാനറിയാം. അതുകൊണ്ടൊക്കെ തന്നെ അന്തിമമായിട്ട് ഒരുപക്ഷെ അൻവറും സംഘവും വ്യത്യസ്തമായ ആലോചനകൾ നടത്തുകയും UDF-ഉമായിട്ടൊരു ഒത്തുതീർപ്പിലെത്തുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മുൻകാല അനുഭവങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലൊരു പ്രാഗ്മാറ്റിക് പൊളിറ്റിക്സ് എന്നും അൻവറിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. ശരി, ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം, ഇന്നത്തെ അൻവറിന്റെ പ്രതികരണങ്ങളാണ് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടത്. ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഒരു വാചകം ഇതാണ്: ഷൗക്കത്തിന് താല്പര്യമില്ല. ഷൗക്കത്തിന് എന്തുകൊണ്ട് താല്പര്യമില്ല? ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. അൻവറിന്റെ ബിസിനസ്സുകൾ തകരുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് ഷൗക്കത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ കൊടുത്തിരിക്കുന്ന കേസുകളാണ്. അത് അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ആ ഒരു വൈരാഗ്യം അവിടെയുണ്ട്. അതുകൊണ്ട് ഷൗക്കത്ത് അവിടെ മത്സരിക്കരുത്, വിജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം പിന്നീട് കിട്ടുകയില്ല എന്ന ഭയം കൊണ്ടാണ് VS ജോയ് എന്ന പേര് അദ്ദേഹം ആദ്യമേ എടുത്തിട്ട് പറഞ്ഞത്. അല്ലാതെ VS ജോയ് എന്ന ആളോടുള്ള പ്രത്യേക താല്പര്യമാണ് അതിന് പിന്നിൽ നമ്മൾ കരുതേണ്ടതില്ല. ഇന്നിപ്പോൾ ഷൗക്കത്തിനെ തള്ളുമ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് സ്ട്രോങ് ആണെന്നാണ്. കോൺഗ്രസ് സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ സൂചന? സ്മൃതി, നമ്മളൊക്കെ എത്ര തിരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം ഒരു സ്ഥാനാർത്ഥി ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിലുള്ള മാറ്റമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ വന്നിരിക്കുന്ന മാറ്റമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഞാൻ സജീവനെ ഒന്നും അത് തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, 5 ദിവസം മുമ്പാണ് അദ്ദേഹം ഈ ഒരു നിലപാട് പറഞ്ഞിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഷൗക്കത്തിന് ജയിക്കാനൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, കോൺഗ്രസ് ആണ് മുൻപിൽ അല്ലെങ്കിൽ UDF ആണ് മുമ്പിൽ, അല്ല മേൽക്കൈ അവർക്കാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഈ അവസാന നിമിഷത്തിൽ, ഇപ്പം നാളെ ഒരു നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ആ സാഹചര്യത്തിൽ അൻവറിനെ പോലൊരാൾക്ക് അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ എന്ത് മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെക്കൂട്ടി ഇവിടെ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഒരു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി, ഇനി അദ്ദേഹത്തിൻ്റെ ഭാവി UDF-നൊപ്പമോ അല്ലെങ്കിൽ കോൺഗ്രസുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടൊരു നീക്കമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ഭാവി രാഷ്ട്രീയത്തിൽ നിൽക്കാൻ സാധിക്കൂ എന്ന് പറയുന്നതിലൊരു ന്യായമുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ മാറ്റത്തിന് കാരണം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതി, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 3000-5000 വോട്ട് മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തെ ആരാണ് വിലവയ്ക്കുക? അദ്ദേഹത്തിന് ആരെങ്കിലും, അദ്ദേഹം ഒരു സ്വാധീനമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇവിടെ എന്തെങ്കിലും സ്വാധീനമുണ്ട് എന്ന് ആരാണ് കരുതുക? ആരാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രാധാന്യം നൽകുക? ഇപ്പോൾ അദ്ദേഹം 75,000 വോട്ടിന്റെ കണക്കൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ മിനിമം 68,000 വോട്ടെങ്കിലും ലഭിക്കും എന്ന് പറയുന്നത്. പക്ഷേ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തരായ ആളുകളുടെ വോട്ട് ആര്യാടിനെ മറിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി തന്നെ അദ്ദേഹം ഇല്ലാതാക്കുകയായിരിക്കും ചെയ്യുക. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കിട്ടാൻ പോകുന്നത്? ഇപ്പോൾ ലീഗ് അദ്ദേഹത്തെ UDF-ൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ലീഗിൽ ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ, അതായത് ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർ. അപ്പോൾ അൻവറിനൊരു സേഫായിട്ടുള്ളൊരു സീറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ലീഗിലെ ഒരു വിഭാഗമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പലരുമായി സംസാരിച്ചതിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അപ്പോൾ അതിലൊരു വിഭാഗത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾക്ക് പോലും അൻവർ UDF-ലേക്ക് വരണമെന്നുണ്ടായിരുന്നോ എന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗിന് എത്ര മന്ത്രിസ്ഥാനം ലഭിക്കും? അൻവറിന് ഒരു പുതിയ പാർട്ടിക്ക് UDF-ൽ പ്രവേശനം നൽകി കഴിഞ്ഞാൽ അൻവറിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരികയില്ലേ? അതൊക്കെ മൊത്തത്തിലുള്ള ഇക്വിലിബ്രിയത്തിലെ ബാധിക്കില്ലേ? ഇതൊക്കെ ലീഗ് വളരെ ഭംഗിയായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ ചർച്ചയിൽ വന്ന ഒരു കാര്യം, ആരുടെ വോട്ടുകളായിരിക്കും അൻവർ പിടിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത് ഏതാണ്ട് അൻവർ കളം മാറ്റി ചവിട്ടുകയാണ്, ഒരുപക്ഷെ വോട്ടുകൾ മറിച്ച് ആര്യാടിന് കൊടുത്തേക്കാം എന്നുള്ളിടത്താണ്. പക്ഷേ ആരുടെ വോട്ടുകളായിരിക്കും അദ്ദേഹം പിടിക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രസക്തമായ ഒരു വിഷയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം അദ്ദേഹം മത്സരിക്കുമ്പോൾ 11,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നാണ് ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം കോൺഗ്രസുമായി ചേർന്ന് നിന്നിരുന്ന,
കോൺഗ്രസ് പാരമ്പര്യം. അതിനു മുമ്പ് അദ്ദേഹം ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിട്ടിരുന്നില്ല. കോൺഗ്രസിൽ അദ്ദേഹത്തിന് അത്യാവശ്യം സ്വാധീനമുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ചില വോട്ടുകൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ രണ്ടാമത് അൻവർ മത്സരിക്കുമ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് മത്സരിക്കുന്ന സമയത്ത് 2700 വോട്ടിന്റെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷമാണ് അൻവറിന് ലഭിച്ചത്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്ന് പ്രകാശിന് കിട്ടിയ വോട്ടുകൾ അത് ഏതാണ്ട് 24 കാരറ്റ് ശുദ്ധമായ UDF വോട്ടുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിൽ നിന്ന് എത്ര വോട്ടാണ് അറിയാനുള്ളത്? അതായത് കോൺഗ്രസിൽ നിന്ന്, അല്ലെങ്കിൽ UDFിൽ നിന്ന്, ലീഗിൽ നിന്ന് അൻവറിന് പോകാവുന്ന വോട്ടുകളൊക്കെ അതിന് മുമ്പത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് കൃത്യമായിട്ട് പ്യുവറായിട്ടുള്ള UDF വോട്ടുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വോട്ടുകൾ പിടിച്ചാൽ, എനിക്ക് അദ്ദേഹത്തിന്റെ ശേഷിയെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ എത്ര വോട്ടുകൾ കിട്ടുമെന്ന്. അതിന് പിന്നിൽ ആര്യാടൻ ഷൗക്കത്താണ് എന്നുള്ള ആരോപണം വന്നു, അതിന്മേലുള്ള ചർച്ച വന്നു. അദ്ദേഹത്തിന്റെ പ്രകാശിന്റെ വൈഫ് സ്മിത പ്രതികരിക്കുന്ന ഘട്ടം വരെയും അത് ആ പ്രചാരണം അങ്ങ് തുടരുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവറിന് ലഭിച്ച വോട്ട്, പ്രകാശിന് ലഭിച്ച വോട്ട് അത് പ്യുവറായിട്ടുള്ള UDF വോട്ടാണ്. എന്തോ അല്ല, അത് ശരി. ഞാൻ പറയുന്നത് കോൺഗ്രസ് വോട്ട് പിന്നിച്ചു പോയിട്ടില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോഴും കോൺഗ്രസ് വോട്ടിൽ കുറച്ച് വോട്ട് പോയിട്ടില്ലേ? അൻവർ ആദ്യം ജയിക്കുമ്പോൾ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതായത് 11,000-ൽ നിന്ന് 2,700-ലേക്ക് ഈ ഭൂരിപക്ഷം താഴേക്ക് വരികയാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നോ UDFിലെ മറ്റു കക്ഷികളിൽ നിന്നോ ലീഗിൽ നിന്നോ അദ്ദേഹം കുറെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ടാവും. പ്രകാശിന് കിട്ടിയ വോട്ട് ഞാൻ പറഞ്ഞത് UDFിന്റെ ശുദ്ധമായ വോട്ടാണെന്ന് കാര്യം എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് പിന്നെ 1970 മുതലാണല്ലോ UDF ജയിക്കാൻ തുടങ്ങുന്നത്. ആര്യാടൻ എന്നും ഒരു മുസ്ലിം ലീഗ് വിരുദ്ധനായിരുന്നു. മുസ്ലിം ലീഗിനെ പിന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് പരസ്യമായിട്ട് വാങ്ങിച്ചിരുന്ന ഒരാളല്ല. അതുപോലെ CPM-നെതിരായിട്ടും വളരെ ശക്തമായ നിലപാട് എടുത്തു തന്നെയാണ് അദ്ദേഹം നിലമ്പൂരിൽ പ്രവർത്തിച്ചത്, മത്സരിച്ചത്, ജയിച്ചത്. പക്ഷേ അന്ന് മുന്നണി മര്യാദകളുടെ പേരിൽ പിന്നെ ലീഗിന്റെ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടാതെ അദ്ദേഹം ജയിക്കില്ല. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ഒരു വലിയ വ്യത്യാസം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾക്കത് വേണം, ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങി നിന്ന് ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ലീഗ് പ്രവർത്തകര് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജമായത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലൊക്കെ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതായിരിക്കാം ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഏറ്റവും അനുകൂലമായ ഘടകം. ഞാൻ സ്മൃതി നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം ഞാൻ ഈ അടുത്ത വർഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിന് ഒരു പുതിയ നേതൃത്വം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് UDFിന് നൽകുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പണ്ടെന്താണ്, പാലക്കാട് നമ്മളത് കണ്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നയിച്ചത് ചെറുപ്പക്കാരാണ്. സതീശന്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരായ ഒരു വിഭാഗം. പണ്ടെങ്ങനെ കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുക? ചില സീനിയർ നേതാക്കന്മാർ വരും, എന്തെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് പോകും, അതിന്മേൽ ചർച്ചയാവും, അത് കോൺഗ്രസിനെ ദോഷമായിട്ട് ബാധിക്കും, ചിലപ്പോൾ അനുകൂലമായിട്ട് വന്നേക്കാം. പക്ഷെ ഇത്തവണ ചെറുപ്പക്കാരുടെ ഒരു സംഘമാണ്, അല്ലാതെ മുതിർന്ന ആളുകൾ വന്ന് അവിടെ വലിയ ശല്യമൊന്നും ഉണ്ടാക്കിയില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ഒരു നല്ല ഭൂരിപക്ഷത്തിന്, അത്ര മോശമല്ലാത്ത ഒരു ഭൂരിപക്ഷത്തിന് ജയിക്കുകയാണെങ്കിൽ അത് VD സതീശന്റെ എമർജൻസി ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹം UDF തോറ്റാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഞാൻ പറഞ്ഞ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ചിലർ ഉണ്ടാവാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ആര്യാടന്റെ ഒരു നല്ല കംഫർട്ടബിൾ വിജയമുണ്ടായാൽ അത് സതീശന്റെ ഒരു എന്താ പറയുക, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഘട്ടമായിരിക്കുമെന്ന് കൂടി ഈ ചർച്ചയിൽ അഭിപ്രായപ്പെടാൻ ഞാൻ ആഗ്രഹിക്കും. ശ്രീ ആർ സുഭാഷ്, ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഈ അൻവറുമായി ബന്ധപ്പെട്ട്, അതിൽ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് അവിടെ പവർ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതുണ്ട്.
അപ്പോൾ എത്ര വോട്ട് തനിക്ക് പിടിക്കാനാകുന്നു എന്നുള്ളത് ഇരുമുന്നണികൾക്കും കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ആരാണോ മുഖ്യ ശത്രു എന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നു എന്ന രൂപത്തിൽ അതിനെ കാണുകയല്ലേ വേണ്ടത്. മറ്റൊന്ന്, ലീഗ്, അതോടൊപ്പം ആര്യാടൻ ഷൗക്കത്ത്, ഇവർക്കിടയിൽ ഈ ആര്യാടൻ ഫാമിലിയുമായി ലീഗിനുണ്ടായിരുന്ന പ്രശ്നം, ലീഗിന് തിരിച്ചുമുണ്ടായിരുന്ന പ്രശ്നം, അവിടെ കോൺഗ്രസിനെ ഉണ്ടാക്കിയത് ആര്യാടൻ മുഹമ്മദാണ്. അന്ന് നടത്തിയ പ്രതികരണങ്ങൾ, തങ്ങൾമാരുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ, ഇതൊക്കെ പിന്നെയും ഇപ്പോൾ ഇങ്ങനെ കയറി വരികയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളിപ്പോൾ ഒന്നിച്ചാണ് എന്ന് കാണിക്കാൻ പ്രിയങ്ക വന്ന റാലിയിലടക്കം ഒരു പ്രവർത്തകൻ ലീഗിൻ്റെ കൊടി ഷൗക്കത്തിനെ ഏൽപ്പിക്കുകയാണ്. ഷൗക്കത്ത് ആ കൊടിയൊന്ന് വീശുന്നുണ്ട്. അത് പ്രിയങ്കയുടെ കൂടി സാന്നിധ്യത്തിലാണ് എന്നൊരു കൗതുകം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും, ഒന്ന് ഉപതെരഞ്ഞെടുപ്പാണ്, രാഹുലിൻ്റെ ആയാലും പ്രിയങ്കയുടെ ആയാലും, ലീഗിൻ്റെ കൊടി അത് ഏതു രൂപത്തിൽ അവിടെ ദേശീയ തലത്തിൽ BJP അതിനെ പാക്കൊടിയാക്കി വ്യാഖ്യാനിച്ചു എന്നുള്ളൊരു വിഷയം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശങ്ക അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. ലീഗ് പ്രിയങ്കയുടെ മുന്നിൽ തന്നെ ആ കൊടിയെടുത്ത് ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ആ ഐക്യം പുറമേക്ക് കാണിക്കൽ കൂടിയാണ്. അതിനെങ്ങനെ കാണുന്നു? ലീഗിൻ്റെ കൊടി പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് ഞാൻ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലുള്ള സ്വീകരണം യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ ഒരു കൊടി ഉണ്ടായിരുന്നില്ല, ബലൂണുകൾ മാത്രമായിരുന്നു. അത് കുറച്ച് കാലമായി പ്രിയങ്ക ഗാന്ധിയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വരുന്ന സമയത്ത് കൊടികൾ, 2 കൂട്ടരുടെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടികൾ ഒഴിവാക്കി വർണ്ണ ബലൂണുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു ഏത് തരത്തിലാണ് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച്, ആ സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. ഇവിടെ അൻവറിൻ്റെ കാര്യം പറയുന്നു. അൻവർ ഈ അവസാന സമയത്തിൽ അൻവറിൻ്റെ വാക്കുകളിൽ ഒരു വ്യാഖ്യാനം, അത് ഈ UDF കക്ഷിക്കുള്ള പിന്തുണയാകാം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന എത്രത്തോളം ശരിയാവുമെന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം അൻവർ ഇതിൻ്റെ തുടക്കം മുതൽ, ഈ പ്രശ്നത്തിൻ്റെ തുടക്കം മുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റിയോട് കൂടിയല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട സമയത്ത് അതിന് വലിയ തോതിലുള്ള പിന്തുണയും ലഭിച്ചിരുന്നു. ഈവൻ ഈ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് പോലും അവർക്ക് അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങൾക്ക് പിന്തുണ ലഭിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു വിഷയം പിന്നീട് എന്ത് ചെയ്യണം, പിന്നീട് ഏത് രീതിയിൽ പോകണം എന്നതിനെക്കുറിച്ച് വളരെ അവധാനതയോടുകൂടി ഒരു ചിന്തയോ ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമോ അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്നുണ്ടായില്ല. പിന്നീട് മുഴുവൻ വളരെ വൈകാരികമായാണ് അദ്ദേഹം കാര്യങ്ങളെ കണ്ടത്. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പിണറായി വിജയൻ പിതൃതുല്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അൻവർ ഈ ഒരു പോക്കെങ്ങോട്ടാണ് എന്ന് കൃത്യമായി കണ്ട് പിണറായി അതിന് മുന്നിൽ കയറി അൻവറിനെ തള്ളിപ്പറഞ്ഞതോടുകൂടിയാണ് പിന്നീട് അദ്ദേഹം പിതൃതുല്യനല്ലാതാവുകയും പിതൃക്കൾക്കൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അന്നു മുതൽ തന്നെ കൃത്യമായ ഒരു ഫോക്കസ് ഇല്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അൻവറിൻ്റേത്. ഏതാണ് ശരി, അല്ലെങ്കിൽ ഏതാണ് ലക്ഷ്യം എന്നതിനെ ചൊല്ലി അത് ഏത് മാർഗത്തിലൂടെ പോകണം, എങ്ങനെ പോകണം എന്ന കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യാനാവാത്ത അവസ്ഥയായിരുന്നു. ശ്രദ്ധ തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൽ CPM വിജയിച്ചോ ശ്രീ ആർ സുഭാഷ്? കാരണം അപ്പോഴേക്കും ഈ ജമാഅത്തെ വിഷയം എടുത്തിടുന്നു, അതിലേക്ക് പൂർണ്ണമായും മാറുന്നു, അൻവറിനെ അങ്ങോട്ട് പൂർണ്ണമായി അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട നിശ്ചയിച്ചത് CPM ആണ്. അഥവാ ബാക്കി പാർട്ടികളെ കൊണ്ട് കൂടി ഏറ്റവും പരമപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാതിരിക്കാനുള്ള പരിശ്രമം നടത്തുകയും അവർക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നുന്ന തരത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത് CPM-നാണ്. ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒരു ആത്യന്തിക തുകയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ശരിക്കും പ്രതിപക്ഷം നേരിടേണ്ടിയിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം കൃത്യമായ തരത്തിൽ കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുന്നതിൽ CPM വിജയിച്ചിട്ടുണ്ട്. അതിൽ ചില പരാമർശങ്ങൾ, പെൻഷൻ പോലെയുള്ള ചില പരാമർശങ്ങൾ, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് VD സതീശൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ രാത്രി പന്നിക്കണി വെച്ച് ആ കുട്ടി മരിച്ചപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൃത്യമായ തരത്തിൽ അത് UDF-ന് അനുകൂലമായ നിരവധി വിഷയങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ
പ്രചരണത്തിലൂടെ കൃത്യമായ ഇടപെടലുകളിലൂടെ CPM സാധിച്ചു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരങ്ങളെക്കുറിച്ചോ വലിയ തോതിലുള്ള ജനകീയ വിഷയങ്ങളെക്കുറിച്ചോ ഈ പ്രദേശം ഏതാണ്ട് 70% വനാതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണിത്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനമായ പ്രശ്നമാണ് ഈ വന്യജീവികളുടെ അക്രമം സംബന്ധിച്ച്. അത് സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങളോ വലിയ ചർച്ചയായോ പ്രധാന വിഷയമായോ കൊണ്ടുവരാൻ UDF-ന് കഴിയാത്ത തരത്തിൽ ആ പ്രചരണത്തെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിനെ മാറ്റി തീർക്കാൻ CPM സാധിച്ചു എന്നുള്ളതാണ് സത്യം. ശരി, ശ്രീ എ സജീവൻ, ഈ അജണ്ട നിശ്ചയിച്ചത് CPM ആണെന്ന് പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അതിലേക്ക് പൂർണ്ണമായും എത്തിക്കുകയും അതിന് VD സതീശൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ചുറ്റിത്തിരിയുന്നതാണ് ഈ ഇന്നത്തെ ദിവസം പോലും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ CPM-ന് ഗുണം ചെയ്യുമോ? ഒരു പാറ്റേൺ ഉണ്ട് കഴിഞ്ഞ കുറച്ച് ഉപതെരഞ്ഞെടുപ്പുകളായി കാണുന്നത്. വടകരയിൽ നമ്മൾ കണ്ടു, പിന്നീട് പാലക്കാട് നമ്മൾ കണ്ടു, വടകരയിൽ കാഫിർ പ്രയോഗമൊക്കെ നടത്തി ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ഈ തരത്തിലുള്ള വർഗീയമായ ചില കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് അത് ചർച്ചയാക്കിക്കൊണ്ട് അതിൽ ചുറ്റിത്തിരിയുക, മുൻപ് കിട്ടിയ പിന്തുണയോ മുൻപ് പ്രകീർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളോ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ ഇത്തവണ UDF-നെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാൻ CPM-ന് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് LDF പങ്കുവെച്ച കാര്യം അവർക്ക് തന്നെ അറിയാം. കൃത്യമായിട്ട് അവർ പറയുമ്പോൾ പോലും ആ അടുപ്പവും അവരുടെ തമ്മിലുള്ള സഖ്യവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷമായിട്ട് ഈ LDF പ്രത്യേകിച്ച് CPM പറഞ്ഞത് നമ്മൾ നോക്കണം. കാരണം അവർക്ക് മേൽക്കൈ കിട്ടാതെ പോകുന്നൊരവസ്ഥ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ RSS വോട്ടുകൾ പോലെയാണ്. കൃത്യമായിട്ട് ഇത്ര വോട്ട് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുത്തിരിക്കും. അത് കൃത്യമായിട്ട് UDF-ന് കിട്ടുകയാണ് എങ്കിൽ അത് UDF-ന്റെ വിജയത്തിന് വളരെയധികം സഹായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഘട്ടത്തിലാണ് അതേ കാര്യം വെച്ചുകൊണ്ട് സുന്നി വോട്ടുകൾ തിരിച്ചു പിടിക്കുക, അതായത് ലീഗിന് അനുകൂലമായി പോകാവുന്ന EK വിഭാഗം സുന്നികളുടെ വോട്ടുകൾ അത് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന കൃത്യമായ അജണ്ട, അവിടെയാണ് സുഭാഷ് പറഞ്ഞ അജണ്ട നിശ്ചയിക്കൽ ഒരു കാര്യം വരുന്നത്. അത് വളരെ കൃത്യമായിട്ടും CPM ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതിന്റെ നമ്മുടെ അതിന്റെ പ്രതികരണങ്ങളും കൂടി കാണാം. ഈ AP വിഭാഗത്തിന്റെ ആളുകൾ അവരുടെ റിസാലയിൽ വളരെ കൃത്യമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടന്നാക്രമണം നടത്തി. മുജാഹിദ് KNM-ന്റെ ജനറൽ സെക്രട്ടറി അബ്ദുള്ള കോയ മദനി അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഇവര് മതരാഷ്ട്രത്തിന്റെ ആളുകളാണ്, അവര് രൂപം മാറിയിട്ടില്ല. സതീശൻ ആ പ്രതികരണം നടത്തിയതിനു ശേഷം അതിനേക്കാളൊക്കെ അപ്പുറത്ത് EK വിഭാഗത്തിന്റെ ഈ ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ രൂക്ഷമായിട്ടില്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അപ്പുറം പോയാലും അതിന് പകരമായിട്ട് EK വിഭാഗത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് LDF ഈ കളി കളിച്ചത്. അതുപോലെ നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് ഈ അനുകൂലമായിട്ട് EK വോട്ടുകൾ കിട്ടിയിരുന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഒരു ലക്ഷ്യമാണ്. വേറൊരു കാര്യം പറയാനുള്ളത് അൻവറിന്റെ കാര്യത്തിൽ. അൻവർ നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞത് ശരിയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഇടംതിരിഞ്ഞു നിൽക്കുന്ന ഒരാള് ആ അവസാന ഘട്ടത്തിൽ തന്റെ ശക്തി തെളിയിക്കാൻ രണ്ട് മുന്നണികൾക്കും മുന്നിൽ സ്വന്തം ശക്തി തെളിയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയ പരാജയം ഉണ്ടാകാം. പക്ഷേ അൻവറിന്റെ കാര്യം നമുക്കറിയാം. അൻവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ഒരു കാര്യം മതി, VD സതീശനെ ഈ UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പൊന്നും തരണ്ട, തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അങ്ങനെയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിരുപാധികം പിന്തുണ നൽകാം. അതായത് VD സതീശനോടുള്ള അദ്ദേഹത്തിന്റെ പക എന്ന് പറയുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിന് കിട്ടാൻ 2026 കിട്ടേണ്ട ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ വേണ്ടി സതീശൻ കളിച്ചു എന്നുള്ളതാണ്. അതിന് പകരം VD സതീശനും മാറണമെന്നില്ല. അദ്ദേഹത്തിന് 2026 ഒന്നുകിൽ നിലമ്പൂര്, അതല്ലെങ്കിൽ അതേപോലെ ഏതാണ്ട് ഉറപ്പുള്ള, ജയിക്കണമെന്നില്ല, ഏതാണ്ട് ഉറപ്പുള്ള മണ്ഡലം കിട്ടിയാൽ മതി. അതിനു വേണ്ടിയായിരിക്കാം അൻവർ ഇപ്പോൾ ഈ കളി കളിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ പി ചെക്കുട്ടി, ഇപ്പോൾ ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണോ ഇത്? കഷ്ടിച്ച് കടന്നുകൂടും എന്ന രൂപത്തിലല്ലേ? അല്ലല്ല,
അല്ല, യഥാർത്ഥത്തിൽ ഈ ക്യാമ്പയിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു എഡ്ജൊന്നും ആർക്കും ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല. കാരണം UDF-ൻ്റെ ആയാലും നേരത്തെ സുഭാഷ് പറഞ്ഞത് കറക്റ്റാണ്. LDF-ൻ്റെ പ്രചാരണ വേലയെ എഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യുന്നതിൽ UDF വിജയിച്ചിട്ടില്ല. പക്ഷേ ഈ മണ്ഡലം അടിസ്ഥാനപരമായിട്ട് UDF-ന് അനുകൂലമാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ വികാരം ഈ സർക്കാരിനും അതിൻ്റെ ഭരണത്തിനും എതിരാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മലയോര പ്രദേശത്തുള്ള ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ. ഉദ്യോഗസ്ഥന്മാരല്ല അവിടെയുള്ള ആളുകൾ. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായിട്ട് ശമ്പളം കിട്ടും, പെൻഷൻ കിട്ടും, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ മലയോരത്ത് കൃഷി ചെയ്ത് അതുപോലെ പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രതിസന്ധികളുടെ ഈ സമയത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ സർക്കാരിനോടുള്ള വിയോജിപ്പ് അവർ പ്രകടിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഒറ്റ മിനിറ്റിൽ പറയാമോ എന്താകും? വലിയ ഭൂരിപക്ഷത്തിൽ ഏതെങ്കിലും കക്ഷി ജയിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ പറയുന്നു, അല്ല ഈ സ്മൃതി, അത് ഞാനൊരിക്കലും ഈ ഭൂരിപക്ഷത്തെക്കുറിച്ചോ ജയത്തെക്കുറിച്ചോ ഒന്നും അങ്ങനെ പറയാറില്ല. ആര് ജയിച്ചാലും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിജയം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ അജണ്ട നിശ്ചയിക്കുന്നു എന്ന് പറയുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അതായത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വരുമ്പോൾ, അതിന് മറ്റ് പിന്നെ സുന്നി വിഭാഗത്തിൽ നിന്ന് വോട്ട് കിട്ടുന്നതിന് വേണ്ടി CPM ഒരു ഇഷ്യൂ എടുത്തിടുമ്പോൾ അതിന് മറുപടി പറയാതെ UDF-ന് തരവില്ല. അതിനെ അജണ്ട നിശ്ചയിക്കൽ എന്ന് പറയരുത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെക്കുറിച്ച് സംസാരിച്ച സുന്നി വിഭാഗം നേതാക്കൾ ആ സുന്നി വിഭാഗത്തിൽ തന്നെ ഏതാണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വിമത വേഷം ധരിച്ചു നിൽക്കുന്നവരാണ്. അതിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് സ്മൃതിയുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലയിൽ ആര് ജയിച്ചാലും അത്ര വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും വിജയം ഉണ്ടാവുക എന്ന കാര്യത്തിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, NP ചെക്കുട്ടി, A സജീവൻ, R സുഭാഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.